വേദി ഉപവിഷ്ടരായിരിക്കുന്ന പൂജ്യരായ ആരാധ്യരായ വിശിഷ്ടാതിഥികളെ, കലയുടെ മേഖലയിൽ സമഗ്രമായ സംഭാവനകൾ ചെയ്ത പ്രിയപ്പെട്ട കലാകാരെ, നിങ്ങൾക്കെന്റെ ആത്മപ്രണാമം. ഒരു സിനിമ ജനിക്കുന്നത് കഥ എഴുതി, തിരക്കഥ എഴുതി, ആകാംക്ഷയോടെ, വഴിക്കണ്ണോടെ, മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, വഴിയോരങ്ങളിലൂടെ, പ്രത്യാശയോടെ, കൺവെട്ടവുമായി നടന്ന് അത് നിർമ്മിക്കാൻ ഒരാളെ കണ്ടെത്താനുള്ള തീക്ഷ്ണമായ പരീക്ഷണത്തിലൂടെ നടന്ന് ഒരിക്കലും ഒന്നുമാകാതെ പോയ അനവധി കഴിവുള്ള കലാകാരെ എനിക്കറിയാം. പക്ഷേ കലയുടെ സഹസ്ര പത്മജലത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ മൗനവാചികത്തിനുള്ളിൽ തന്റെ കഴിവിന്റെ ഒരു പ്രത്യേക ഭാവതലം തീർത്തുകൊണ്ട് വർഷങ്ങളോളം ആ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ, തന്റെ സിനിമ വെളിച്ചം കാണാനായി നിരന്തരം അഹോരാത്രം പ്രവർത്തിക്കുന്ന കർമ്മോത്സുകനായ ഒരു കലാകാരൻ, പ്രഗത്ഭനായ ഒരു കലാകാരൻ, കലഞ്ഞൂർ ശശികുമാർ മാഷിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്സാപ്പിലൂടെ അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ നേരിട്ടുകൊണ്ടാണ്. ഞാനൊരു പടം തുടങ്ങുന്നു, എനിക്ക് പ്രൊഡ്യൂസറെ ആവശ്യമുണ്ട്, കോ പ്രൊഡ്യൂസറാണ് വേണ്ടത്, മാഡത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? 6 കീമോയും റേഡിയേഷനും എടുത്ത് ക്യാൻസർ എന്ന വിധി തന്ന ക്രൂര പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായ എന്നോട് വലിയ ഒരാളിങ്ങനെ ചോദിച്ചപ്പോൾ നിറക്കണ്ണുകളോടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നീറുന്ന ഒരു വേദനയാണ്. ഞാനും നടന്നിട്ടുണ്ട്, ആരോടും കെഞ്ചിയിട്ടില്ല, കാരണം നടക്കില്ലെന്നറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾ. പക്ഷെ ഒരു പുരുഷൻ കലയെ തീവ്രമായി എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാഷേ, എന്റെ കയ്യിൽ പണമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങേക്ക് തരാം. അന്ന് മുതൽ ഞാൻ ലോട്ടറി എടുക്കാൻ തുടങ്ങിയതാണ്. എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ലോട്ടറി എടുക്കുന്നത്? എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം എന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന നൽകി അദ്ദേഹത്തിന്റെ ആ പടം, കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. അതെന്റെ ഒരു മനസ്സായിരുന്നു. ഞാൻ പടം ചെയ്തില്ലെങ്കിലും മറ്റൊരാൾ പടം ചെയ്യുമ്പോൾ അത് എൻ്റെ തന്നെ കാണാനുള്ള എൻ്റെ ഒരു ആത്മാർത്ഥത. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായം ചെല്ലുന്നോറും യുവത്വം കാണുന്ന അല്ലെങ്കിൽ കൈ കൊണ്ട് നടക്കുന്ന കണ്ണൻ പേക്കൂടിയൻസ് മാഷ്, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഞാൻ ഹസ്ബൻഡിനും കൂടെ ഒരു ഓഡീഷന് ചെല്ലുമ്പോഴാണ്. ഞാൻ ഇത്രയും ദീർഘമായി പറയുന്നത്, നിങ്ങൾക്ക് പടം ചെയ്യാൻ ആരെങ്കിലും മൗനമായി ആഗ്രഹിക്കുന്നുണ്ടായെങ്കിൽ എന്റെ വാക്കുകൾ ശ്രമിച്ചതിന് ശേഷം നിങ്ങൾ കഷ്ടപ്പെടണം, പൊരുതണം, നമ്മൾ ചെയ്യും പടം എന്ന്. അപ്പോ അദ്ദേഹം എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഈ പൂരിപ്പിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഈ പ്രിയ ഷൈൻ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, തന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, എന്റെ ഒരു സിനിമ ഒന്ന് പകർത്തി തരുമോ? അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, എന്തിനാ മാഷേ, നിങ്ങൾക്കത് ഇതെടുത്താൽ പോരെ, ഫോട്ടോസ്റ്റാറ്റിന് ഡിജിപ്പ് എടുത്താൽ പോരെ? അല്ല, എനിക്ക് കൈ എഴുതി തന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹം. ഞാനത് എന്താ പറയുക, ശിരസ വഹിച്ചു. 2 ആഴ്ചക്ക് ആണ് സമയം തന്നത്. എഴുതി എന്റെ കൈ ഇവിടെ വല്ല കുഴിഞ്ഞു പോയിരുന്നു. അദ്ദേഹം പഠന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സൗകര്യത്തിൽ കൊണ്ടുപോയി ആ സ്ക്രിപ്റ്റ് കൊടുത്തു, എന്റെ കൈ കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ്. കാരണം ആ പടം അദ്ദേഹം ചെയ്യുമ്പോൾ അത് എന്റെയും കൂടെ പടമാണ്. അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ അവസരം ചോദിച്ചിട്ടില്ല, കാരണം പടം നടക്കട്ടെ എന്നാണ്. പോകാൻ നേരം ഞാനത് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഉണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടതല്ലേ, 1 രൂപ നാണയം തന്നിട്ട് നന്നായി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നടന്നപ്പോൾ
ഞാൻ ഒരുപാട് ചിന്തിച്ചു. പിന്നെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. കാശുണ്ടാക്കാനല്ല, കലയെ ഉപാസനയായി കാണാൻ. 70ഓളം കവിതകളും ഡോക്യുമെന്ററികളും ആൽബങ്ങളും കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുകയും വഹിനി എന്ന സിനിമ കഥ തിരക്കഥ എഴുതി അത് തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു. ദേശാടനത്തിന്റെ ക്യാമറമാൻ SR ക്യാമറ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പൊങ്ങച്ചതല്ല. കലഞ്ഞൂർ ശശികുമാർ എന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന് കോ പ്രൊഡ്യൂസറെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയണം. മാഷ് ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഞാൻ കൂട്ടിയാലും കൂടത്തില്ല, പക്ഷെ ഒരു 1000 രൂപ ഇതൊരു ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിന് ഒരു പടം ചെയ്യാൻ പറ്റും. കാരണം വർഷങ്ങളായി അദ്ദേഹം നടക്കുകയാണ്, ഞാനും നടക്കുകയാണ്. പക്ഷെ ഞാൻ പടം ചെയ്തില്ലെങ്കിലും അദ്ദേഹം പടം ചെയ്യണം. അപ്പോ കലാകാരെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിലൂടെ സധൈര്യം നമ്മൾ നടന്നു പോവുക. ഇടത്തു നിൽക്കുന്നവരെയോ വലത്തു നിൽക്കുന്നവരെയോ പുറകിൽ നിൽക്കുന്നവരെയോ മുമ്പിൽ നിൽക്കുന്നവരെയോ നമ്മൾ നോക്കരുത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ പ്രയാണം. കണ്ണൻ പെരുമുടിയൻ സാർ എനിക്ക് അനുഗ്രഹിച്ച ഒരു വാക്ക് പറഞ്ഞു, നീ മിടുക്കിയാണ്. ലക്ഷങ്ങളെക്കാൾ വിലമതിക്കുന്ന ആ വാക്കാണ് എൻ്റെ ഈ വിജയത്തിന്റെ രഹസ്യം. അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോയി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ അതിന്റെ പേഴ്സിൽ വെച്ചിട്ട് തീർച്ചയായും എനിക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ പറ്റുമായിരുന്നു. അപ്പോ ഞാൻ ഒരുപാട് ദീർഘിക്കുന്നില്ല. കലഞ്ഞൂർ ശശികുമാർ മാഷിന്റെ ആ ഒരു സിനിമ യാഥാർത്ഥ്യമാകട്ടെ. ഒപ്പമുണ്ടാകും ഭിത്തിയിൽ പശ തേച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ വരെ എനിക്ക് ആ ആയുസ് ആരോഗ്യം തന്നത്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് വീണ്ടും ഒരു ആദരിക്കലാണ്.